guys, welcome back to my channel. So ഞങ്ങൾ ഇന്നുള്ളത് ബ്രക്കൺ ബ്രേക്കൺസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് വിച്ച് ഈസ് ഇൻ വെയിൽസ് ആൻഡ് ഇവിടെ വാട്ടർഫോൾ ആണ് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്. സോ നമുക്ക് നടന്നു പോകാനായിട്ട് 4 ഡിഫറെൻറ്റ് വാട്ടർഫോൾസ് ഉണ്ട്. സോ ഏത് ട്രെയിലാണ് എടുക്കുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ ഏത് വഴിയാണ് നമ്മൾ നടക്കാൻ വേണ്ടി എടുക്കുന്നതെന്നനുസരിച്ച് നമുക്ക് ചെറിയ വാട്ടർഫോളിൽ നിന്ന് തുടങ്ങി വലിയ വാട്ടർഫോളിലേക്ക് പോകാം. സോ ഇതാണ് ആദ്യത്തെ വാട്ടർഫോൾ. അപ്പോൾ നമ്മൾ നടന്നിട്ട് നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്ത് പോകാം, എന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാം. സോ വിൽ ഷോ യു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദാറ്റ്. ഈ നടക്കുന്ന വഴി മൊത്തം ചെളിയും അതുപോലെ തന്നെ മണ്ണുമാണ്. സോ മേക്ക് ഷുവർ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടണമെന്ന്, സ്ലിപ്പ് ചെയ്യാത്തത്. കാരണം നല്ല പൂപ്പൽ പോലെ സ്ഥലമാണ്, നടന്ന് കഴിഞ്ഞാൽ തെന്നി ഇടിഞ്ഞ് മുളിഞ്ഞ് വീഴും. അതുകൊണ്ട് ബി കെയർഫുൾ ഓഫ് ദാറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു പെൻഗൻ നടക്കുന്ന പോലെ നടക്കുന്നത് എനിക്കറിയില്ല. ഐ തോട്ട് ഇറ്റ് വുഡ് ലുക്ക് നൈസ് ഇൻ ദ വീഡിയോ ബട്ട് ഇസ് നോട്ട്. സോ നമുക്ക് ജസ്റ്റ് ആ മുകളിലാണ് നമ്മൾ ആദ്യത്തെ ബിറ്റ് കണ്ടത്. കുറച്ച് താഴേക്ക് ഇറങ്ങിക്കുമ്പോൾ നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്ത് വരെ പോകാം. ഇപ്പം നിങ്ങൾ കാണുന്നത്, ഇപ്പം ഞാൻ ആ എടുത്ത വീഡിയോ ഒന്ന് നേരെ താഴേക്ക് പോകുമ്പോൾ ആ വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് സ്ഥലം നടന്ന് കാണാൻ പറ്റുകയും ചെയ്യും. സോ അതിനുള്ള കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ നടക്കുന്നത്. നിറച്ചും ഇതുപോലെ ഈ കല്ലൊക്കെ ഇടിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സോ ബി വെരി കെയർഫുൾ വെൻ യു ഗോ ഇൻ ദർ. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെളിയായാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സ്, അങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും മച്ച് ബെറ്റർ. കഷ്ടപ്പെട്ട കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനിവിടെ താഴെ എത്തിയിരിക്കുകയാണ്. അടുത്ത ആളുടെ ഗോയാണ്. സോ ഞാനോർത്ത് ഞാൻ വീഡിയോ എടുക്കുന്നു. സോ യു ഗെറ്റ് ടു സീ ഈ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഈ വഴി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ. ഈ വാട്ടർഫോളിൻ്റെ സ്ഥലം അടിപൊളിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ചുറ്റും നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. ജസ്റ്റ് ഫീൽസ് ലൈക്ക് നമ്മളിതൊരു സിനിമയിൽ പോയിട്ട് സിനിമ ഷൂട്ടിങ് ചെയ്യണ പോലെയാണ്. ഇത് സ്റ്റിൽ ഫസ്റ്റ് വാട്ടർഫോൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന് ഞാൻ മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വാട്ടർഫോളിൻ്റെ അടിയിൽ വരെ പോയെന്നുള്ളൂ. ഇനി നമ്മൾ യാത്ര തിരിക്കുകയാണ് ടു ഗോ ടു ദ സെക്കൻഡ് വാട്ടർഫോൾ. ആസ് യു ക്യാൻ സീ ഇവിടെ നിറച്ച് ഇങ്ങനെ ഈ വെള്ളം വീണ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴയും പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചെളി പിടിച്ചൊരു സ്ഥലമാണ്. ബി വെരി വെരി കെയർഫുൾ. 2-3 പ്രാവശ്യം ഞാൻ വീഴാൻ പോയി, ആൻഡ് ഒരു പ്രാവശ്യം ഞാൻ വീണു. ഭാഗ്യത്തിനകത്തൊരു ആരും വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഈ വ്ളോഗിൽ അതില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങൾ രണ്ടാമത്തെ വാട്ടർഫോളിലേക്ക് പോകാനായിട്ട് വഴി തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇതാണ് വാട്ടർഫോൾ. അങ്ങോട്ട് എങ്ങനെ എത്തുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ നടന്ന വഴി ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അപ്പം ഞങ്ങൾ വഴി എങ്ങനെയാണ് പോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്ന മരങ്ങളുടെ ഇടയിൽ കൂടെ നേരെ താഴേക്ക് പോയാണ് സെക്കൻഡ് വാട്ടർഫോളിലെത്തുന്നത്. ഞങ്ങൾ ഓൾറെഡി നടന്നിരുന്ന് മുകളിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് ഞങ്ങൾ സെക്കൻഡ് വാട്ടർഫോളിലേക്ക് എത്തി. അഗൈൻ അടിപൊളിയാണ് കാണാനായിട്ട്. നമുക്ക് നടന്ന് നല്ല റിഫ്രഷിങ് ആണ്. ജസ്റ്റ് ലൈക്ക് അതിനൊച്ചയും അതിനടുത്തൊക്കെ നമുക്ക് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് തൊട്ടടുത്തൊന്നും ഞാൻ ഭയങ്കര ഒച്ചയാണ്. ആസ് യു ക്യാൻ സീ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് ഇതിൻ്റെ ഒച്ച ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്ടർഫോളിൻ്റെ ഒച്ചയും കൂടി കേൾക്കാൻ പറ്റും. ഐ വാസ് വെരി സർപ്രൈസ്ഡ്. കുറേ ആൾക്കാർ ബേബീസിനെയും കൊണ്ടും കുഞ്ഞു പിള്ളേരെ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ പെറ്റ്സിനെയും കൊണ്ടും ഇവിടെ വാക്കിങ്ങിനും ഹൈക്കിങ്ങിനൊക്കെ വന്നിരുന്നു. ആൻഡ് യു വുഡ് ബി സർപ്രൈസ്ഡ് ഇങ്ങനത്തെ ഒരു വഴി കൂടെ എല്ലാവരും നടന്നു പോകാൻ പറ്റുമെന്ന്. ഇവിടെ ഒരാൾക്ക് വാട്ടർ പ്രൂഫ് ഫോൺ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ മുക്കി വീഡിയോ എടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഈ വാട്ടർഫോളിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒരു കുഴപ്പമില്ല. സോ ദിസ് ഈസ് അവർ തേർഡ് വാട്ടർഫോൾ. സോ അഗൈൻ നിങ്ങൾക്ക് വാട്ടർഫോളിൽ ഇറങ്ങണമെങ്കിലോ കാല് കഴുകണമെങ്കിലോ നനയണമെങ്കിലോ ചാടണമെങ്കിലോ ആരും ഒന്നും പറയില്ല. ബട്ട് ബി വെരി വെരി കെയർഫുൾ. കാരണം ഭയങ്കര സ്ലിപ്പറിയാണ്. സൗണ്ട് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർഫോളിൻ്റെ ഒച്ച ഞാൻ നല്ലോണം ചെട്ടിച്ചേരാം. റെഡി?
You have to walk all the way down to that. So this is our fourth waterfall. ഇതിന് ബാറ്റ്മാൻ കേവിൻ്റെ ഒരു റെസംബ്ലൻസ് ആണ് ഇതിനുള്ളത്. സോ ബേസിക്കലി നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ബാക്കിൽ കൂടെ ചുറ്റും ഇങ്ങനെ നടക്കാം, പുറത്തേക്ക് വരാം. അവിടെ കേവ് ഒന്നുമില്ല, ബട്ട് കല്ലുണ്ട്. സോ നമുക്കതിൻ്റെ ബാക്കിൽ സ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ ദെയർ സോ യു ഗെറ്റ് എ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. ഈ വാട്ടർഫോളിൻ്റെ ബാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡ്രസ്സ് ഫുള്ള് നനയും. സോ ബി കെയർഫുൾ ആൻഡ് മേക്ക് ഷുവർ ഒരു ജാക്കറ്റോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വുഡ് ബി മച്ച് ബെറ്റർ. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന സ്റ്റെപ്പ് മൊത്തം താഴേക്ക് നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദർ ഇസ് നോ വേ ഇൻ ടു ദിസ് വാട്ടർഫോൾ. ഈ വാട്ടർഫോൾ കാണണമെങ്കിൽ ആസ് യു ക്യാൻ സീ അയാൾ ഇപ്പോൾ നടന്ന് ബാക്കിലോട്ട് പോയാൽ വിൽ ജസ്റ്റ് ഫോളോ ദം. സോ യു ക്യാൻ ഗെറ്റ് ടു സീ ഇതിൻ്റെ ഈ വാട്ടർഫോളിൻ്റെ ബാക്ക് എങ്ങനെയാണ്. നടന്നു വരുന്നത് അങ്ങനെയാണ് നമ്മൾ വാട്ടർഫോളിൻ്റെ പുറകിലോട്ട് വന്നത്. നമ്മൾ നിൽക്കുന്ന അവിടെ സ്റ്റോൺ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിക്കൊണ്ട് റൂഫ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം അവിടെ അടിച്ചിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ മേത്തേക്ക് ഭയങ്കരമായിട്ട് സ്പ്ലാറ്റർ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ്ഫുള്ളി യു ലൈക്ഡ് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദിസ് പ്ലേസ് ഇൻ വെയിൽസ്. നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇഫ് യു ഹേവൻറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. Hope you enjoy this video. Please like, share, comment and subscribe to my channel. പോകലെ ഏറ്റവും എൻഡിൽ ഞങ്ങൾ താമസിച്ച പ്ലേസിൻ്റെ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. I am a disco dancer. I am the disco dancer. This is the view from outside the window. We have two windows and this is the other view.